ഹായ് എവ്രി വൺ, നമുക്കിന്നൊരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കിയാലോ? ഓക്കെ, അതിനുവേണ്ടി ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ഇവിടെ എടുത്ത് നല്ല വൃത്തിയാക്കി കട്ട് ചെയ്ത് ജാറിലോട്ട് ഇടുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ഫ്രോസൺ മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് തണുപ്പ് കുറവ് മതി, അതുകൊണ്ടാണ് ഞാനിവിടെ തണുത്ത സാധാ പാലെടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡ്രൈ നട്ട്സ്, ഞാനിവിടെ കാഷ്യൂ ആട്ടോ കൊടുക്കുന്നത്, അപ്പം കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുന്നപ്പം പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം ആഡ് ചെയ്യാം. ഞാനിവിടെ വാനിലയാണ് എടുത്തിരിക്കുന്നത്, എനിക്ക് വാനിലയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് വാനില ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്ത് ചുറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ കാഷ്യൂസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറമെ കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്ട്രോബെറി ഷേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറമെ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി എടുത്തില്ലേ കാഷ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ട്രോബെറി 2 സ്ലൈസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഗാർണിഷിന് വേണ്ടി എടുത്ത് വെക്കാം. അപ്പോൾ അത് കഴിയുമ്പം നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.